അൽഹംദുലില്ലാ. എല്ലാവർക്കും സുഖം തന്നെയല്ലേ? റാഹത്തല്ലേ? അൽഹംദുലില്ലാ. യാസീൻ ആരംഭിക്കുകയാണ്. പനി കുറവുണ്ട് വെച്ചാൽ കുറവുണ്ട്, നല്ല കുറവായിട്ടില്ല. അൽഹംദുലില്ലാ, കുറേ കുറവുണ്ട്. ഹോസ്പിറ്റലിൽ 2-3 ദിവസം അഡ്മിറ്റ് ആകാൻ പറഞ്ഞു ഡോക്ടർ. അത് റെസ്റ്റ് എടുത്താലേ നിങ്ങൾ അസുഖം ഒന്ന് കുറവാകുള്ളൂ, മരുന്ന് കുടിച്ചാൽ മാത്രം മാറില്ല, റെസ്റ്റ് എടുത്തല്ലേ പറഞ്ഞിട്ട്. ഇപ്പോൾ ലൈവിന് വേണ്ടിയിട്ട് ഞാൻ ചോദിച്ച് ലീവ് എടുത്ത് പോകുന്നതാണ് ഹോസ്പിറ്റലിൽ നിന്ന്. അൽഹംദുലില്ലാ. ഇനി ലൈവ് കഴിഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ തന്നെ പോകണം. അപ്പോൾ റാഹത്തുണ്ട് ഏതായാലും. പിന്നെ വ്യാഴാഴ്ച ഉംറക്ക് പോകാനല്ലേ, അപ്പോൾ റാഹത്തുണ്ട്. 2 കുപ്പി ഗ്ലൂക്കോസൊക്കെ കയറ്റി. നല്ല റാഹത്തുണ്ട്. അപ്പോൾ നിങ്ങൾ ദുആരക്ക് നല്ല റാഹത്തുണ്ട്. ലൈവിന് വേണ്ടി പോകുന്നതാണ്, ലൈവ് മുടങ്ങണ്ടെന്ന് കരുതി പോകുന്നതാണ്. ലൈവ് കഴിഞ്ഞിട്ട് അങ്ങോട്ട് തന്നെ പോകണം ഇൻഷാ അല്ലാഹ്. പിന്നെ എല്ലാവർക്കും സുഖം തന്നെയല്ലേ? റാഹത്ത് തന്നെയല്ലേ? സന്തോഷം തന്നെയല്ലേ? അൽഹംദുലില്ലാ. അപ്പോൾ യാസീൻ തുടങ്ങാം. നമ്മളെ ഫാസിൽ ഉസ്താദ് ഉണ്ട് കൂടെ, അപ്പം ഉസ്താദും യാസീൻ ഓതും. നിങ്ങൾ കൂടെ ഓതുക കേട്ടോ. ഉസ്താദ് ഓതണില്ല എന്ന് കരുതിയിട്ട് ഓതാതിക്കരുത്. ഞാൻ റെസ്റ്റ് എടുക്കൽ നിർബന്ധമായത് കൊണ്ടാണ് ഉസ്താദ് ഓതുന്നത്. മനസ്സിലായോ കേട്ടോ? ഉംറക്ക് പോകാനാകുമ്പോത്തിന് പറ്റ സുഖാവണല്ലോ. ദുആരിക്കട്ടോ, അല്ലാഹു റാഹത്താകട്ടെ. അൽഹംദുലില്ലാ. നമ്മളെ പ്രോഗ്രാമിന്റെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു റാഹത്തിലാക്കട്ടെ ഇൻഷാ അല്ലാഹ്. യാസീൻ തുടങ്ങുകയാണ്. ഉസ്താദിന്റെ കൂടെ ഫാസിൽ ഉസ്താദ് ഓതി തരും. ഉസ്താദിന്റെ കൂടെ എല്ലാവരും യാസീൻ ഓതണം. എല്ലാവരും കൂടെ ഓതണം കേട്ടോ. ഞാൻ പതുക്കെ ഓതുള്ളേ, നിങ്ങൾ ഓതണം കേട്ടോ. കരഞ്ഞപ്പോ നമ്മളില്ലെങ്കിലും നിങ്ങൾ ഓതുന്നല്ലോ എനിക്കറിയാം, എന്നാലും അങ്ങനെയല്ലല്ലോ. പിന്നെ നിങ്ങൾക്ക് ലൈവില് കാണുമ്പോ ഒരു സമാധാനമാണല്ലോ. എന്നും കാണുന്ന നമ്മള് കണ്ടില്ലെങ്കിൽ ഒരു സമാധാനമാണല്ലോ, ഒരു വിഷമാവുമല്ലോ. അപ്പൊ നിങ്ങളെ കണ്ടില്ലെങ്കിൽ നമുക്കും വിഷമാവും. അത് നിങ്ങൾ അറിയണില്ല എന്നുള്ളൂ. നിങ്ങളെ കണ്ടില്ലെങ്കിൽ നമുക്കും വിഷമം തന്നെയാണ്. മനസ്സിലായോ? നിങ്ങളെ കണ്ടില്ലെങ്കിലേ നമുക്കും വിഷമം തന്നെയാണ്.